ഹലോ എവ്രി വൺ. ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ സുമേജും മോളും വീട്ടിലുണ്ടായിരുന്നേ. അപ്പോൾ ലഞ്ച് ഞങ്ങൾ തട്ടിക്കൂട്ടി ചപ്പാത്തിയും എഗ് ബുർജിയും ഒക്കെ ഉണ്ടാക്കിയത്. സുമേജും മോളും കൂടെ എഗ്ഗൊക്കെ ക്രാക്ക് ചെയ്ത് ഒണിയനൊക്കെ ചോപ്പ് ചെയ്ത് തന്നു. ഞാൻ പെട്ടെന്ന് അങ്ങ് എഗ് ബുർജി ഉണ്ടാക്കി. ഹാഫ് കുക്ക് ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചപ്പാത്തിയും ഉണ്ടാക്കി. സുമേജും ഇന്നൊരു കുക്കിംഗ് മൂഡിലൊന്നും അല്ലാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഈവനിങ് എന്തെങ്കിലും സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എക്സാം ആയതുകൊണ്ട് ഒത്തിരി സമയമൊന്നും നമുക്ക് കുക്ക് ചെയ്ത് കളയാനും ഇല്ല. അങ്ങനെ ഷടപടേന്ന് നമ്മൾ പെട്ടെന്നൊരു ലഞ്ചൊക്കെ പെട്ടെന്ന് അങ്ങ് പ്രിപ്പയർ ചെയ്തു. ഇന്ന് ഈവനിങ് സിയയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ചെറുതല്ല, കുറച്ച് അത്യാവശ്യം വലിയൊരു സർപ്രൈസ്. സിയയുടെ ഒരു ക്ലോസ് ഫ്രണ്ടിനെ നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സിയേൻ്റെ അടുത്ത് സർപ്രൈസ് പറഞ്ഞിട്ടില്ല, നമ്മളൊരു സ്ഥലത്ത് പോവാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ സർപ്രൈസ് എന്ന് കേട്ടിട്ടാണ് ഈ ചാടിത്തുള്ളി കൂടെ വരുന്നത്. അവളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് അലിബാബയിൽ നമ്മളെത്തി. അപ്പോൾ അവൾ വിചാരിച്ചു അവിടെ കൊണ്ടുപോകുന്നതായിരിക്കും സർപ്രൈസ്, അവിടെ ചിലപ്പോൾ നമ്മൾ വല്ല ഫുഡും വാങ്ങിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമായിരിക്കും, അതായിരിക്കും സർപ്രൈസ് എന്നൊക്കെ ഓർത്തു. പക്ഷേ അകത്ത് കയറി നിഷുവിൻ്റെ അമ്മേനെയും ചേച്ചീനെയും ഒക്കെ കണ്ടപ്പം സിയ ശരിക്കും അങ്ങ് ഞെട്ടി. കാരണം നിഷു മാത്രമല്ല, നിഷുവിൻ്റെ ഫാമിലിയായിട്ടും സിയയും ഞങ്ങളെല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്. ഞങ്ങളുടെ ഭയങ്കര ഡിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഫാമിലി ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഫാമിലിയാണ് നിഷുവിൻ്റെ ഫാമിലി. ഇപ്പോൾ ലാസ്റ്റ് ഇയർ അവർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അത് തന്നെ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ സ്റ്റിൽ ഇൻ ടച്ച്, എപ്പോഴും വിളിക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയാണല്ലോ. അപ്പോൾ അവരെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആവാറായി കണ്ടിട്ട്. ലാസ്റ്റ് സെപ്റ്റംബറിലാണ് അവർ പോയത്. അപ്പോൾ അത്രയും നാൾക്ക് ശേഷം കാണുകയാണേ. അപ്പോൾ സിയ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ സിയ എപ്പോഴും ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണ് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്, പിന്നെ മൊയ്റ്റോസ്. അതിലേറ്റവും ഇഷ്ടം അവൾക്ക് പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോസ് ആണ്. പിന്നെ സ്നാക്സായിട്ട് നമ്മൾ ചിക്കൻ ലോലിപോപ്പാണ് വാങ്ങിച്ചത്. ഇതാണ് പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു മെനു. അങ്ങനെ സിയയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കുറച്ച് സമയമായിരുന്നു. സമയം പോയതേ നമ്മൾ അറിഞ്ഞില്ല. ഓൾമോസ്റ്റ് ഒരു 4-4:30 ആയപ്പോൾ നമ്മൾ അവിടെ എത്തിയതാണ്. ഒരു 8-8:15 വരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല ടൈം പോയതോ. കുറേ കഥകൾ പറയാനുണ്ട്, ഇനിയും പറഞ്ഞിട്ടും തീരാത്ത കുറേ കഥകളുണ്ട്. സമയം പോയി, അവർക്ക് പോകാനുള്ള ടൈമായി. എന്ത് ചെയ്യാനാ, ഇനിയും അടുത്ത പ്രാവശ്യം വരുമ്പം കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബായ് ഒക്കെ പറഞ്ഞു. സിയക്കുട്ടി അതിൻ്റെ ഒരു സങ്കടത്തിലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.